Hi, Namaste. Welcome back to my channel Vintrada. Gap up market ആയിക്കോട്ടെ, ഗ്യാപ് ഡൗൺ ആയിക്കോട്ടെ, ട്രെൻഡി മാർക്കറ്റ് ആയിക്കോട്ടെ, സൈഡ് വേസ് മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റിലായിട്ടും നമ്മുടെ സോഫ്റ്റ്വെയറിൽ വിൻട്രേഡറിൽ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി, എക്സിറ്റ്, റിവേഴ്സൽ, ഫേക്ക് അപ്പ് ഡൗൺസ് കറക്റ്റായിട്ട് തിരിച്ചറിയാനും പറ്റും. കറക്റ്റ് എൻട്രി എവിടെ പിക്ക് ചെയ്യണം നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എടുക്കാനും പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റുണ്ട്. അതേപോലെ ഇന്നത്തെ മാർക്കറ്റ് നല്ലൊരു ട്രെൻഡി ആയിരുന്നു, ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. പക്ഷേ നല്ല റിട്ടേൺസ് മോർണിംഗിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ നല്ല ഗ്യാപ് ഡൗൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാപ് ഡൗണിൽ ഇന്ന് മോർണിംഗിൽ ഒരു മാർക്കറ്റ് നല്ല ഫ്ലക്ച്വേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മോർണിംഗിൽ തന്നെ സിഗ്നൽ തന്നിട്ടുണ്ട്, സെല്ലായിരുന്നു. പക്ഷേ പ്രോപ്പറായിട്ട് ബൈ അവിടെ പോയിട്ടില്ല. പക്ഷേ സപ്പോർട്ട് അടിച്ച് താഴത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് മോർണിംഗിൽ തന്ന സിഗ്നൽസ് നമ്മൾ അപ്രോക്സിമേറ്റ് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ താഴത്തിറങ്ങിയത് തന്നെ. അപ്പോൾ അതുവരെ മാർക്കറ്റ് ഒരു നല്ലൊരു സൈഡ് വേസ് ആയിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ നമ്മുടെ സോഫ്റ്റിൽ കറക്റ്റ് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്, നമുക്കൊരു ബൈറ്റഡ് അവിടെയുള്ള തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുമെന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. കറക്റ്റ് ഇൻഡിക്കേഷൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് 64 പോയിന്റുകൾ ഡൗൺ ഇറങ്ങി നിൽക്കുക. ഇപ്പോഴും പിന്നെയും തിരിച്ച് ഡൗൺ ഇറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം നല്ല റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ യു എസ് ഓയിലിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ യു എസ് ഓയിലിൽ നമുക്ക് 3 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ബൈ തന്നെയാണ്. നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെയും മാർക്കറ്റ് അതേപോലെ ബൈ കയറി രാവിലെ തന്നെ കയറി പോയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ ഒരു 11:15 നമുക്ക് ബൈ തന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു സെല്ലും തന്നിട്ടുണ്ട്. പക്ഷേ സെല്ല് കൺഫേം അല്ല എന്ന് നമുക്ക് കറക്റ്റ് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് കയറി സ്ട്രോങ് റെസിസ്റ്റൻസ് കട്ടി 3 ടാർഗറ്റ് മേടിച്ച് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് നോക്കുകയാണെങ്കിൽ ഗ്യാപ് അപ്പിലാണ് ഓപ്പൺ ആയത്. പക്ഷേ നമുക്ക് മാർക്കറ്റ് മോർണിംഗിൽ തന്നെ കയറിയിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് ഇടയ്ക്കൊന്ന് ഇറങ്ങാൻ നോക്കിയെങ്കിൽ സൈഡ് വേസ് കാണിച്ചു. പിന്നെ ടോട്ടൽ മാർക്കറ്റ് കയറുക തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ നിഫ്റ്റിയിൽ അതൊരു ഡൗൺ കാണിച്ചില്ല. നിഫ്റ്റി നല്ല ഹൈക്ക് തന്നെയാണ് പോയത്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 340 പോയിന്റോളം നമുക്ക് ബൈ കയറിപ്പോണ്ട്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന ലൈവ് കാണിച്ചിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ലൈവ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ് ചെക്ക് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ഗ്രീൻ സിഗ്നൽ, അതായത് ബൈ സിഗ്നൽ തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വീട്ടിൽ കൊടുക്കും. ടൈം, എൻട്രി പോയിന്റ്, ടാർഗറ്റുകളും താഴെ 3 ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് എൻട്രി എടുക്കുന്നതിന് മുമ്പ് കൺഫേം ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു ബൈ വന്നിട്ടുണ്ട്, ഈ ബൈ രണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാൻഡിൽ ബ്ലൂ ആണ്, താഴെ റെഡ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് സിഗ്നൽസ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ക്യാൻഡിലും ഗ്രീൻ, താഴെ കൺഫർമേഷൻ ബാറും നമുക്ക് ഗ്രീനാണ്. ഗ്രീൻ നടക്കുന്നിടത്തോളം മാർക്കറ്റ് ബൈ ആണ്, ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഗ്യാപ്പിൽ ഓപ്പൺ ആയിട്ട് റെസിസ്റ്റൻസും കട്ട് ചെയ്ത് മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1 സൈഡ് മൊമെൻ്റ് ആണ്, 340 പോയിന്റോളം കയറി നിൽക്കുകയാണ്. അപ്പം അതേപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും 1 സൈഡ് മൊമെൻ്റാണ്. ഇടയ്ക്ക് ഒരു സെല്ല് തന്നിരുന്നെങ്കിൽ നമുക്ക് സെല്ല് കൺഫേം അല്ല. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കയറുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റത്തെ ട്രേഡിൽ നമുക്ക് ഓൾമോസ്റ്റ് 90 പോയിന്റ്സുള്ള നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. മോർണിംഗിൽ തന്നെ നല്ല റിട്ടേൺസ് കിട്ടി. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ നോക്കി സൈഡ് വേസ്. പക്ഷേ സോഫ്റ്റ് അവിടെ സെല്ല് കൺഫേം തന്നിട്ടില്ല, തിരിച്ചു കയറുന്നു കറക്റ്റ് അവിടെ പറയുന്നുണ്ട്. അതേപോലെ മാർക്കറ്റ് തിരിച്ചു കയറുക തന്നെ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കളർ ചേഞ്ച് കാണിക്കുന്ന സൈഡ് വേസ് ആണ്. വൈറ്റ്, ബ്ലൂ, ഓറഞ്ച്, അതേപോലെ എക്സ്ട്രാ കളർ സൈഡ് വേസും കറക്റ്റ് ഗ്രീനും നമുക്ക് സിഗ്നൽസ് വന്നാൽ കൺഫർമേഷൻ ലെവൽ ചെക്ക് ചെയ്താൽ നമുക്ക് കൺഫേം ഓക്കെ ആണോ അടുത്ത ക്യാനിൽ ഓപ്പണിംഗ് റേറ്റ് ട്രേഡ് എടുക്കാം. ഇതിൽ ഫേക്ക് അപ്പ് ഡൗൺസ്, നമുക്കൊരു ഡൗൺ ഇഷ്യൂ ഒക്കെ തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ട്രെൻഡ് ലൈൻ മാത്രമേ കളർ ചേഞ്ച് തരത്തുള്ളൂ. താഴത്തെ സോൺ മാറത്തില്ല. താഴത്തെ സോൺ മാറിയിട്ടില്ല, അതിപ്പോഴും അതേ ട്രെൻഡിൽ തന്നെയാണ്. നമുക്ക് ബൈ ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഇതേ മെത്തേഡ് നമുക്ക് എല്ലാ മാർക്കറ്റിലും വർക്കൗട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ്. നമുക്ക് ഫോറക്സിലായിക്കോട്ടെ നമുക്ക് എല്ലാ മാർക്കറ്റിലും വർക്കൗട്ട് ചെയ്യാം. ഒരു റിവേഴ്സൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് സഹിതം കാണിച്ചിട്ട് ട്രെൻഡ് ചേഞ്ച് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ അലേർട്ട് മെസ്സേജ്, സൗണ്ട് എഫക്റ്റോടുകൂടി നമുക്ക് ഇതേപോലെ തന്നെ അലേർട്ട് മെസ്സേജ് നമ്മുടെ സോഫ്റ്റ് തരികയും ചെയ്യും. അത് അലേർട്ട് മെസ്സേജിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും ഡീറ്റെയിൽസ്. നമുക്ക് മെസ്സേജ് അലേർട്ടിൽ സോഫ്റ്റ് സിഗ്നൽസ് അന്നേരം ടാർഗറ്റ് ഹിറ്റ് ചെയ്തെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് റീ എൻട്രി വന്നൊക്കെ എല്ലാ മെസ്സേജും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവിൽ കാണുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.